ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ കഥയുടെ നായകൻ ഫ്രാങ്കിനാണ്. ഈ ഫ്രാങ്കിന് ഒരു മകളുണ്ട്, അവളുടെ പേര് മേരി. ഈ മേരിക്കുട്ടി കുറെ നേരമായി ഒരുങ്ങുകയാണ്, പക്ഷെ റൂമിൽ നിന്നും അവൾ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഫ്രാങ്ക്, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വേഗം പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു കണക്കിന് അവൾ ഡോർ തുറന്നു. മേരിക്കുട്ടിയെ നോക്കി സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, സുന്ദരിയല്ല, എന്നെ കാണാൻ കോമാളിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അവൾ. ഈ വീട്ടിൽ ഫ്രാങ്കും മേരിയും പിന്നെ ഒരു ഒറ്റക്കണ്ണം പൂച്ചയും മാത്രമാണുള്ളത്. അങ്ങനെ മേരി ആഹാരം കഴിക്കുന്നു. നീ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇതാണോ നിന്റെ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫ്രാങ്ക് ആ പാക്കറ്റിൽ സ്പെഷ്യൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കും. മേരി പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു കൊള്ളാം, എന്നെ എന്തിനാ സ്കൂളിൽ വിടുന്നത്? അപ്പോൾ ഫ്രാങ്ക് പറയും, എത്ര നാളെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് പഠിക്കുന്നത്? അതുകൊണ്ട് കുറച്ചുനാൾ സ്കൂളിൽ പോയി പഠിക്കും, അവിടെ നിനക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടും. അപ്പോൾ മേരി ചോദിച്ചു, അപ്പോൾ പൂച്ചയെ ആര് നോക്കും? ഈ ഫ്രാങ്കിന് പൂച്ചയെ അലർജിയാണ്. അതിനർത്ഥം പൂച്ചയെ ഇഷ്ടമല്ല എന്നല്ല, ചിലർക്ക് വളർത്തു മൃഗങ്ങളുടെ സ്മെല്ലും രോമങ്ങളും അവരുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കും. ഇനി കഥയിലേക്ക് വന്ന് പൂച്ചയെ ആര് നോക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫ്രാങ്ക് പറഞ്ഞു, ഞാൻ നോക്കിക്കൊള്ളാം, നീ വരുന്നത് വരെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി മേരി സ്കൂളിൽ പോകാനായി തയ്യാറായി ബസ്സിൽ കയറുന്നു. ഫ്രാങ്ക് മേരിയെ നോക്കി പറഞ്ഞു, ഒരു കുട്ടിയെ പോലെ പെരുമാറ്. മേരി കുട്ടിയല്ലേ, പിന്നെന്തിനാ ഫ്രാങ്ക് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് ഇപ്പോൾ തോന്നും, പക്ഷെ പോകെ പോകെ നമുക്കത് മനസ്സിലാവും. അങ്ങനെ കുട്ടിയെയും പറഞ്ഞു വിട്ട് ഫ്രാങ്ക് തിരിച്ചു വരുമ്പോൾ അവന്റെ അയൽവാസിയായ ഒരു സ്ത്രീ അവന്റെ പേരും വിളിച്ച് അവന്റെ പുറകെ വരും. ഇവരുടെ പേര് ടൈലർ എന്നാണ്. ഇവർ ഫ്രാങ്ക് താമസിക്കുന്ന വീടിന്റെ ഓണറാണ്. ഫ്രാങ്ക് അവർ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ വീട്ടിൽ കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. എന്നാൽ ടൈലർ അല്ല ഹൗസ് ഓണർ. അവരുടെ കയ്യിലെ സ്പെയർ കീ ഉപയോഗിച്ച് അവർ അകത്ത് കയറുന്നു. എന്നിട്ട് ഫ്രാങ്കിനോട്, നീ എന്തിനാണ് മേരിയെ സ്കൂളിൽ പറഞ്ഞു വിട്ടത്? അവൾ സ്കൂളിൽ പോയാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ, ഇനിയും സമയമുണ്ട്, അവളെ പോയി തിരിച്ച് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഫ്രാങ്ക് പറഞ്ഞു, അവൾക്ക് ഈ ലോകം എന്താണെന്ന് അറിയില്ല, അവളുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് അവൾക്കില്ല. അവളുടെ നല്ലതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പലതും നാളെ അത് വലിയ തെറ്റായി തീരും. എത്ര നാൾ നമ്മൾ അവളെ ഇങ്ങനെ അടച്ചു വയ്ക്കും? അപ്പോൾ ടൈലർ പറഞ്ഞു, നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ നാളെ അവളെ നമ്മളിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് ടൈലർ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ മേരിക്കുട്ടിയെ കാണിക്കുന്നു. അവളുടെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് ക്ലാസ്സിലിരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന്. ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വരുന്നു. അവരുടെ പേര് ബോണി എന്നാണ്. അവരൊരു മാത്സ് ടീച്ചറാണ്. ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. 1 1 എത്ര? കുട്ടികൾ പറഞ്ഞു 2. അപ്പോൾ 2 2 എത്ര? അതിനും കുട്ടികൾ പറഞ്ഞു 4. എന്നാൽ 3 3. ഇത് കേട്ട മേരി ടെൻഷനായി. 3 3 ശരിക്കും? ഇതെന്ത് സ്കൂളാണ്? എല്ലാവർക്കും അറിയാം 3 3 6 ഇത് കേട്ട ടീച്ചർ, അനുവാദമില്ലാതെ ആരും സംസാരിക്കരുത്, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക, മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടികൾ മനസ്സിലായി മനസ്സിലായി എന്ന് പറയും. എന്നിട്ട് ടീച്ചർ മേരിയോട് എണീക്കാൻ പറയും. നിനക്കെല്ലാം അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറയും. 9 + 8 എത്രയാ? മേരി പറഞ്ഞു 17. അവൾ അത് കറക്റ്റായി പറഞ്ഞു. അപ്പോൾ ടീച്ചർ 15 + 17 32. അതും കറക്റ്റായി പറഞ്ഞു. ടീച്ചർ അവളെ ഒന്ന് കുഴപ്പിക്കാമെന്ന് കരുതി ടീച്ചർ അവളോട് 57 + 135. മേരി പറഞ്ഞു 192. അങ്ങനെ അതും അവൾ കറക്റ്റായി പറഞ്ഞു. അതോടെ ടീച്ചറിന് മേരിയെ ഏകദേശം മനസ്സിലായി. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ ചോദിച്ചു, 57 135 ഗുണിതം എത്രയാന്ന് ചോദിച്ചു. അപ്പോൾ മേരി കുറച്ചൊന്ന് സ്റ്റക്കായി. ടീച്ചർ മേരിയോട് കുഴപ്പമില്ല, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് മേരി വിളിച്ചു പറഞ്ഞു 7695. ടീച്ചർ ഒന്ന് ഞെട്ടി. എന്നിട്ട് കാൽക്കുലേറ്റർ എടുത്ത് നോക്കുന്നു. മേരി അതിന്റെ സ്ക്വയർ റൂട്ടും പറഞ്ഞു 87.7. ഒരു 7 വയസ്സായ കുട്ടിയിൽ നിന്നും ടീച്ചർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയായിരുന്നു. അങ്ങനെ ഈ കാര്യം ടീച്ചർ അടുത്ത ക്ലാസ്സിലെ ടീച്ചറിനോട് പറയുന്നു. എന്റെ ക്ലാസ്സിൽ വെറൈറ്റി ആയിട്ടൊരു കുട്ടിയുണ്ടെന്ന് പറയും. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പറയും, എന്റെ ക്ലാസ്സിലെ 27 കുട്ടികളും വെറൈറ്റി ആണെന്ന്. അപ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പാൾ വരുന്നു. ടീച്ചർ കുട്ടികൾക്ക്, ഇതാണ് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് കേട്ട മേരി കൈപൊക്കി എഴുന്നേറ്റു. ഇതാണോ നിങ്ങളുടെ ബോസ്? എങ്കിൽ ഫോൺ എടുത്ത് ഫ്രാങ്കിനെ വിളിച്ച് എന്നെ വൃത്തികെട്ട സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകാൻ പറ. ഇത് കേട്ട പ്രിൻസിപ്പാളും ടീച്ചറും എല്ലാവരും ഷോക്കായി നിന്നു. അടുത്ത സീനിൽ ഫ്രാങ്ക് മേരിക്കുട്ടിയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ കണ്ടിട്ട് നമ്മുടെ ടീച്ചറിനോട് പറയും, ഇയാളെ എനിക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഇയാൾ സ്ഥിരമായി ബാറിൽ മദ്യപിക്കാൻ വരാറുണ്ടെന്ന് പറയും. അങ്ങനെ ടീച്ചർ മേരി എന്ന് വിളിച്ച് പുറത്തേക്ക് ഓടി വരും. മേരി ഇത് കണ്ടിട്ട്, ഓ ഇതെന്റെ ടീച്ചറാണ്, ഒന്നും എത്രയെന്ന് ചോദിക്കാൻ വരുന്നതാ, വാ നമുക്ക് ഓടിപ്പോകാം എന്ന് പറയും. മേരി ചെന്ന് കാറിൽ കയറുന്നു. അങ്ങനെ ടീച്ചർ ഫ്രാങ്കിനെ പരിചയപ്പെടും. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഫ്രാങ്ക് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പാടുള്ള മാത്സ് അവൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇത് കേൾക്കുന്ന ഫ്രാങ്ക്, ഓ അതത്ര കാര്യമൊന്നും അല്ല, അത് ട്രാക്ഷൻ ബർഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതുപയോഗിച്ചാണ് അവൾ കണക്കുകൾ ചെയ്യുന്നത്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഈ മെത്തേഡ് അറിയാമായിരുന്നു, അതുകൊണ്ട് അത് അത്ര വലിയ കാര്യമായി എടുക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നാലും ടീച്ചറിന് അതിലൊരു വിശ്വാസം വന്നില്ല. അതുകൊണ്ട് ട്രാക്ഷൻ ബർഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതുപയോഗിച്ച് എത്ര വലിയ പ്രോബ്ലം ഈസിയായി ചെയ്യാനും സാധിക്കും. അങ്ങനെ ടീച്ചർ ഫ്രാങ്ക് പറഞ്ഞ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് കാണിക്കുന്നത് ഫ്രാങ്കും മേരിയും ഒരു ബോട്ടിൽ ഇരിക്കുന്നതാണ്. ഫ്രാങ്കിന്റെ ജോലി ബോട്ട് റിപ്പയറിംഗ് ആണ്. ഫ്രാങ്ക് മേരിയോട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ക്ലാസ്സിൽ പോയാൽ കുട്ടികളെ പോലെ
പെരുമാറണമെന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രിൻസിപ്പാളിനെ ചീത്ത പറയുന്നു. അത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നു. അതിന് മേരി ഫ്രാങ്കിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രാങ്ക് പറയും, നീ പോയി പൂച്ചക്കുട്ടിയെ എടുത്തിട്ട് വാ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. അങ്ങനെ ഫ്രാങ്കും മേരിയും ആ പൂച്ചക്കുട്ടിയും എല്ലാവരും കൂടി ആ ബോട്ടിൽ കുറച്ചു ദൂരം കറങ്ങുന്നു. എന്നിട്ട് ഒരു ബീച്ചിൽ പോയി അവർ രണ്ടുപേരും കടലിലേക്ക് നോക്കിയിരിക്കുന്നു. അവരുടെ അടുത്തായി അവരുടെ പൂച്ചക്കുട്ടി ഇരിക്കുന്നു. മേരി ഫ്രാങ്കിനോട് ചോദിക്കുന്നു, എന്റെ അമ്മയ്ക്ക് ഞാൻ സ്കൂളിൽ പോകുന്നത് ഇഷ്ടമായിരുന്നോ എന്ന്. അതിന് ഫ്രാങ്ക്, നിനക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകണമെന്ന് നിന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. എല്ലാ കുട്ടികളും ഗുഡ് മോർണിംഗ് പറയുന്നു. മേരി മാത്രം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ടീച്ചർ മേരിയുടെ അടുത്ത് പോയി ഗുഡ് മോർണിംഗ് പറയുന്നു. മേരിയും തിരിച്ച് കുട്ടികളെ പോലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അവളുടെ നേർക്കായി ഒരു പയ്യൻ ഇരുന്ന് മേരിയെ സൈറ്റ് അടിക്കുന്നു. അതിന് മേരി എന്തൊക്കെയോ ചീത്ത പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനം കാണിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ മേരിയുടെ അവസരം വന്നപ്പോൾ മേരി കൊണ്ടുവന്നത് അവളുടെ ഒറ്റക്കണ്ണും പൂച്ചക്കുട്ടിയായിരുന്നു. ഇവനാണ് എന്റെ പെറ്റ്. ഇവൻ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ബുദ്ധിയുണ്ട്. എനിക്ക് ഇവനെന്ന് വെച്ചാൽ ജീവനാണ്. അപ്പൊ കുട്ടികൾ അവൻ എങ്ങനെയാണ് ഒറ്റക്കണ്ണായതെന്ന് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, അവനെ വേസ്റ്റ് ബിന്നിൽ നിന്നാണ് കിട്ടിയപ്പോഴേ അവൻ ഒറ്റക്കണ്ണായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ നടത്തുന്നു. മേരി ആണെങ്കിലോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ എല്ലാം ചെയ്ത് തീർന്നു എന്ന് പറഞ്ഞ് മാറി നിന്നു. അപ്പോൾ ടീച്ചർ വന്ന് അവൾ എഴുതിയ പേപ്പർ മാറ്റിയിട്ട് അവൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു. അത് കുറച്ച് വലിയ ആൾക്കാർ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അത് അവൾ കുറച്ച് സമയമെടുത്താണ് ചെയ്ത് തീർത്തത്. എന്നിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ടീച്ചറെ നോക്കി ചിരിക്കുന്നു. മേരിക്ക് ഇപ്പോൾ ചെറിയ രീതിക്ക് ടീച്ചറിനെ ഇഷ്ടമായി തുടങ്ങി. കാരണം ടീച്ചർ അവളെ മനസ്സിലാക്കിയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അത് കഴിഞ്ഞ് ടീച്ചർ വീട്ടിൽ വന്ന് മേരിയുടെ അച്ഛനെ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഫ്രാങ്കിനെ പറ്റി കാര്യമായൊന്നും അതിലില്ല. വീണ്ടും മേരിയുടെ സർനെയിം വെച്ച് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിലൊരു പെണ്ണിന്റെ ഫോട്ടോ വന്നു. ആ പെണ്ണ് ഒരു വലിയ മാത്തമാറ്റീഷ്യൻ ആണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു. കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയുടെ പേര് ഡയാന എന്നാണ്. ഈ ഡയാന ഫ്രാങ്കിന്റെ അനിയത്തിയാണ്. അതിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ ഡയാനയുടെ മകളാണ് മേരി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഫ്രാങ്ക് അല്ല മേരിയുടെ അച്ഛൻ. ഫ്രാങ്ക് മേരിയുടെ അമ്മാവനാണ്. ഇതറിഞ്ഞ ടീച്ചർ ഉടനെ തന്നെ ഫ്രാങ്കിനെ കാണാനായി പോകുന്നു. ഫ്രാങ്ക് എല്ലാ വെള്ളിയാഴ്ച ഒരു ബാറിൽ സ്ഥിരമായി വരാറുള്ളത് ടീച്ചറിന് അറിയാം. അങ്ങനെ അവിടെ വെച്ച് ടീച്ചർ ഫ്രാങ്കിനെ കാണുന്നു. ടീച്ചർ പറഞ്ഞു, നീ എന്നോട് കള്ളമാണ് പറഞ്ഞത്. മേരി നിന്റെ മകളല്ല, നിന്റെ മരുമകളാണ് അവർ. എന്നിട്ട് ടീച്ചർ മേരി ക്ലാസ്സിൽ ചെയ്ത ടെസ്റ്റ് പേപ്പർ ഫ്രാങ്കിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഫ്രാങ്ക് കഥ പറയാൻ തുടങ്ങി. ഒരു ദിവസം അവന്റെ സിസ്റ്റർ ഡയാൻ അവനോട് സംസാരിക്കണമെന്ന് പറയും. പക്ഷെ ഫ്രാങ്ക് എന്ന് അവന്റെ കാമുകിയെ കണ്ട് തിരിച്ചു വരാൻ താമസിച്ചു. തിരിച്ച് രാത്രി വീട്ടിൽ വന്നപ്പോൾ മേരിയെ ബെഡിൽ കിടത്തി അമ്മ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തു. പെങ്ങൾ എന്താ പറയാൻ വന്നതെന്ന് ഫ്രാങ്കിന് മനസ്സിലായിരുന്നു. മേരിയെ എന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് അവളുടെ അമ്മ ആഗ്രഹിച്ചിരുന്നത്. അവളുടെ കുഞ്ഞിനെ മറ്റാർക്കും വിട്ടുകൊടുക്കരുതെന്ന് അവൾക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നു മുതൽ ഫ്രാങ്ക് ആണ് മേരിയെ നോക്കുന്നത്. അവളുടെ അമ്മയ്ക്കുണ്ടായ അനുഭവം മോൾക്കുണ്ടാകാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് മേരിയെ ലോകമറിയാത്ത രീതിയിൽ ഞാൻ വളർത്തുന്നത്. അപ്പോൾ ടീച്ചർ മേരിയുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു. അയാൾ ഡയാനെ പ്രഗ്നന്റ് ആക്കിയിട്ട് എവിടെയോ ഓടിപ്പോയി. ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഫ്രാങ്കിന്റെ അച്ഛനെയും അമ്മയും പറ്റി ചോദിക്കുമ്പോൾ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ ഒരു ബ്രിട്ടീഷുകാരിയാണ്. അവർക്ക് ഡയാന ഗർഭിണിയായത് ഇഷ്ടമായില്ല. അതുകൊണ്ട് അവർ കൊച്ചിനെ കാണാനും വന്നിട്ടില്ല. ഇതെല്ലാം കേട്ട് ടീച്ചർ പറയും, അപ്പോൾ മേരി ഒരു ജീനിയസ് ആണല്ലേ? ഫ്രാങ്കും അതേന്ന് പറയും. മേരിയുടെ സ്കൂളിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും ഓരോ ആർട്ട് വർക്ക് വീതം ചെയ്തു കൊണ്ടുവരണം. അപ്പോൾ ജസ്റ്റിൻ എന്ന് പറയുന്ന പയ്യൻ, നേരത്തെ മേരിയെ സൈറ്റ് അടിച്ചെന്ന് പറഞ്ഞ പയ്യനില്ലേ, അവൻ തന്നെ. അവൻ ഉണ്ടായിക്കൊണ്ടുവന്ന ആർട്ട് വർക്കാണ് എല്ലാരെക്കാളും നല്ല ഭംഗിയുള്ളത്. മേരിക്കാണെങ്കിലും അത് കണ്ടിട്ട് അസൂയയും തോന്നുന്നുണ്ട്. പക്ഷേ സീനിയർ പയ്യന്മാർ ബസ്സിൽ വെച്ച് അവനെ ഇടംകാല് വെച്ച് വീഴ്ത്തുന്നു. ആ ആർട്ട് വർക്ക് തറയിൽ വീണ് പൊട്ടിപ്പോകുന്നു. ഇത് കണ്ട മേരി അവന്മാരോട് ചൂടാകുന്നു. അതിലൊരു പയ്യൻ എണീറ്റ് നിന്ന്, നീ എന്ത് ചെയ്യുമടി, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. ഇത് കേട്ട മേരി ഒരു കനമുള്ള പുസ്തകം എടുത്തുകൊണ്ട് വന്ന് അവന്റെ തലയ്ക്കൊരു അടി കൊടുക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഫ്രാങ്ക് സ്കൂളിലേക്ക് ഓടി വരുന്നു. അപ്പോൾ ഒരു പയ്യൻ മൂക്ക് പൊട്ടി ചോര ഒലിപ്പിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അവൻ ഓടി മേരിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ സംഭവിച്ചത്? നീ ഓക്കെ അല്ലേ? നീ പേടിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ നോക്കിക്കൊള്ളാം, ബാക്കി എന്താന്ന് വെച്ചാ എന്നും പറഞ്ഞ് ഫ്രാങ്ക് പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പോകുന്നു. പ്രിൻസിപ്പാളാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമാണ്. ഫ്രാങ്കിനെ കണ്ട ഉടനെ തന്നെ ഈ പ്രായത്തിൽ തന്നെ ആ കൊച്ച് തന്നെക്കാളും മൂത്ത ഒരു പയ്യനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവളെ പുറത്താക്കാനുള്ള വകയൊക്കെ ഉണ്ടെന്ന് പറയും. ഫ്രാങ്ക് പറയും, കുട്ടികളാകുമ്പോൾ ചെറിയ പിണക്കവും വഴക്കും ഒക്കെ ഉണ്ടാകും. ഇനി അവൾ അത് ആവർത്തിക്കില്ല, ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അപ്പോൾ പ്രിൻസിപ്പാൾ പറയും, നിങ്ങളുടെ മകൾക്ക് പ്രത്യേക കഴിവുണ്ടെന്നാണ് ഞങ്ങളുടെ മിസ് പറയുന്നത്. അത് കോടിയിൽ ഒരാൾക്കേ ഉണ്ടാകൂ. സോ ഈ സ്കൂളിലല്ല അവൾ പഠിക്കേണ്ടത്. അവർക്ക് വേണ്ടി പ്രത്യേകം സ്കൂളുകളുണ്ട്, അവിടെയാണ് അവൾ പഠിക്കേണ്ടത്. അതിനു വേണ്ട സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അതിന് ഫ്രാങ്ക്, നിങ്ങൾ പറയുന്ന ആ വലിയ സ്കൂളിൽ എന്റെ കുടുംബത്തിലെ പലരും പഠിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാം അതിനെക്കുറിച്ച്. പിന്നെ മേരി, അവൾക്കും അറിയാം അവളുടെ കഴിവിനെ കുറിച്ച്. അവൾ ഇന്ന് ചെയ്ത തെറ്റ്, പക്ഷെ അതൊരു തെറ്റായി കാണാതെ തെറ്റ് ചെയ്ത ഒരു പയ്യനെ, തന്നെക്കാളും മൂത്ത ഒരു പയ്യനെ, അവനെതിരെ അവൾ ഒറ്റയ്ക്ക് പൊരുതി നിന്നു. അതിനെ അങ്ങനെ കണ്ടൂടെ? ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇനി അവൾ അത് ആവർത്തിക്കില്ല. അവൾ ഇവിടെ തന്നെ പഠിക്കട്ടെ, ഒരു സാധാരണ കുട്ടിയായിട്ട്. അവൾക്ക് വലിയ കഴിവുണ്ടെന്ന് നിങ്ങൾ കാണണ്ട, ആർക്കും ഒരു കുഴപ്പവുമില്ല, ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷെ ഈ പ്രിൻസിപ്പാളിനാണെങ്കിലോ അതിലൊരു തൃപ്തിയില്ല. അവരെന്തോ ഒരു തീരുമാനമെടുത്ത് ആരോടോ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ടീച്ചറാണെങ്കിലോ ഓടിപ്പോയി, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? അവൾക്ക് വരാൻ പോകുന്ന ഒരു വലിയൊരു ജീവിതമാണ് നീ ഇല്ലാതാക്കാൻ പോകുന്നത്. അതിന് ഫ്രാങ്ക്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ടീച്ചർ
മേരിയോട് എല്ലാ കുട്ടികളോടും സോറി പറയാൻ പറഞ്ഞു. അപ്പോൾ മേരി മെല്ലെ എഴുന്നേറ്റിട്ട്, ഒരാളെ തല്ലുന്നത് വളരെ മോശമായ കാര്യമാണ്. ചെയ്തു പോയി, എന്നോട് എല്ലാവരും ക്ഷമിക്കണം. എന്നെ ആരും പേടിക്കേണ്ട. ആരെന്ത് തെറ്റ് ചെയ്താൽ അവരെ തല്ലുന്നത് അതൊരു തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞ് അവൾ ക്ഷമ ചോദിക്കുന്നു. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജസ്റ്റിൻ ചെയ്ത ആർട്ട് വർക്കാണ് ബാക്കി എല്ലാവരെക്കാളും നല്ലൊരു വർക്ക്. അവനാണ് ഒന്നാം സമ്മാനം കിട്ടേണ്ടത്. എല്ലാവരും അവന് വേണ്ടി കൈയടിക്കാൻ അവൾ പറഞ്ഞു. അങ്ങനെ എല്ലാ കുട്ടികളും കൈയടിക്കുന്നു. ജസ്റ്റിനും അതിൽ വളരെ സന്തോഷമായി. ക്ലാസ് കഴിഞ്ഞ് ഫ്രാങ്കും മേരിയും വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ വീടിന് മുന്നിലായി ഒരു സ്ത്രീ നിൽക്കുന്നു. ഇവൾ ആരോ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് തിരിഞ്ഞു നോക്കിയിട്ട് അത് നിന്റെ മുത്തശ്ശിയാണെന്ന് പറയും. അവൾ ആദ്യമായിട്ടാണ് അവളുടെ മുത്തശ്ശിയെ കാണുന്നത്. മുത്തശ്ശി നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരിയാണ്, വലിയ പണക്കാരിയുമാണ്. മുത്തശ്ശി അവൾക്ക് വേണ്ടി ഒരു ഐപാഡൊക്കെ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാത്തമെറ്റിക്സിന്റെ പല പുസ്തകങ്ങളും കൊടുക്കുന്നു. അപ്പോൾ ഫ്രാങ്ക് മെല്ലെ എഴുന്നേറ്റ് വന്ന്, എനിക്ക് കുറച്ച് പണിയുണ്ട്, അവൾക്കും കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് മുത്തശ്ശിയോട് ബായ് പറയാൻ പറയും. അങ്ങനെ ഫ്രാങ്ക് അവന്റെ അമ്മയും വിളിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, നീ എന്താ കാണിക്കണമെന്ന് നിനക്കറിയാമോ? എനിക്ക് എന്റെ പേരക്കുട്ടിയെ കാണേണ്ട എല്ലാ റൈറ്റ്സും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം. പക്ഷെ അതിപ്പോഴല്ല, നാളെ നീ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞ് മുത്തശ്ശി കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഫ്രാങ്കിനെ പോലെ തന്നെ ഈ മുത്തശ്ശിക്കും പൂച്ചകളെ കണ്ട അലർജിയാണ്. ഇവരുടെ കണ്ണിൽ പെടാതെയാണ് ഫ്രാങ്ക് ഇത്രയും നാൾ മേരിയെ വളർത്തിയത്. ഫ്രാങ്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മുത്തശ്ശി കൊടുത്ത ഗിഫ്റ്റ് എല്ലാം മേരിക്കുട്ടിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. പിറ്റേന്ന് ഫ്രാങ്ക് അമ്മയെ കാണാൻ പോയി. അവർ പറഞ്ഞു, നീ കൊച്ചിനെ വളർത്തുന്ന ചുറ്റുപാട്, ഇത്രയും കഴിവുള്ള അവൾ ഒരു കഴിവുമില്ലാത്ത സാധാരണ കുട്ടിയെ പോലെ ജീവിക്കണം. ഞാൻ അവളെയും കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നീ തന്നില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്രാങ്ക് പറയും, അവളുടെ അമ്മ ഡയാനയ്ക്ക് അവളുടെ കൊച്ച് നിങ്ങൾക്ക് തരാൻ ആഗ്രഹമില്ലായിരുന്നു, അവൾ അത് എന്റെയിലാണ് ഏൽപ്പിച്ചിട്ട് പോയത്. അതിന് മുത്തശ്ശി മറുപടിയായി പറയണം, ഇപ്പോൾ ഡയാന ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നീ കൊച്ചിനെ വളർത്തുന്ന അവസ്ഥ കണ്ട് അവൾക്ക് തന്നെ അത് വിഷമമായേനെ. പിന്നെ ഡയാൻ അവൾ നോർമൽ ആയിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ ലോകം അറിയുന്ന ഒരു മാത്തമെറ്റീഷ്യൻ ആവുന്നതിന് മുൻപ് തന്നെ അവൾ നമ്മളെ വിട്ടുപോയത്. മേരി അർഹിക്കുന്ന ജീവിതം തന്നെ എനിക്ക് അവൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് ഫ്രെഡ് പറയും, നിങ്ങൾ അവളെ കൊണ്ടുപോയി റഷ്യൻ ടീച്ചർമാരുടെ കയ്യിൽ കൊടുക്കും. അവിടെ പൂജ്യവും ഒന്നും കണക്കും കൂട്ടി അവിടെ കുറെ തന്തമാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരും. അതിന് അമ്മ പറയും, ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. നിന്റെ സിസ്റ്റർ അവൾ പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ചിറകൊടുങ്ങി താഴെ വീണു. കാരണം അവൾ വീക്കായിരുന്നു, നിന്റെ അച്ഛനെ പോലെ. ഇവളെയെങ്കിലും എനിക്ക് ആ സ്ഥാനത്തേക്ക് ഉയർത്തണം. അതിന് ഫ്രാങ്ക് പറയും, എന്ത് വന്നാലും ഞാൻ അവളെ വിട്ടുതരത്തില്ല. അപ്പോൾ അമ്മ പറയും, നീയും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് കൊള്ളാം. അതിന് പറ്റിയില്ലെങ്കിൽ നീ എന്റെ വക്കീലിനോട് സംസാരിക്കേണ്ടി വരും എന്നും പറഞ്ഞ് അവർ അവരുടെ കയ്യിലെ കുറച്ച് കാശ് ടിപ്പായി വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കെട്ടി നമ്മുടെ മേരിക്കുട്ടിയിലേക്ക് വന്നാൽ അവൾ മുത്തശ്ശി കൊടുത്ത ബുക്കിലെ മാത്സ് പ്രോബ്ലങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫ്രാങ്ക്, മതി, നമുക്ക് പുറത്ത് പോയി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർ സൺസെറ്റ് ഒക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് മേരി ഫ്രാങ്കിനോട് ചോദിച്ചു, ദൈവമുണ്ടോ മാമ? അതിന് ഫ്രാങ്ക് പറഞ്ഞു, എനിക്കറിയില്ല. എനിക്കറിയുമെങ്കിൽ ഞാൻ പറയുമായിരുന്നു. എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതിന് മേരി പറഞ്ഞു, അടുത്ത വീട്ടിലെ ആന്റി പറയുമല്ലോ ദൈവം ഉണ്ടെന്ന്. അതിന് ഫ്രാങ്ക്, അവർക്ക് വിശ്വാസമുണ്ട്, വിശ്വാസം നല്ലതാണ്. പക്ഷെ വിശ്വാസം നീ എന്ത് വിചാരിക്കുന്നു അതാണ്, അല്ലാതെ നിനക്കറിയുന്ന കാര്യമല്ല. ദൈവമുണ്ട് എന്ന് നിനക്കറിയില്ല. അപ്പോൾ മേരി, ജീസസ് എന്ന് വെച്ചാൽ ആരാ? ജീസസ് ഒരു ദൈവമല്ലേ? ഫ്രാങ്ക് പറഞ്ഞു, എനിക്ക് ജീസസിനെ ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്നത് പോലെ പ്രവർത്തിക്കും, നിന്റെ ലൈഫ് നന്നായിരിക്കും. പക്ഷെ ജീസസ് ദൈവമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചില ആശയങ്ങളുണ്ട്, പക്ഷെ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. നീ എപ്പോഴും ചിന്തിച്ചും അറിഞ്ഞും വേണം ഒരു കാര്യത്തിൽ വിശ്വസിക്കും. ഏതൊരു കാര്യത്തിലും വിശ്വസിക്കാൻ നീ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഉണ്ടെന്നും നിനക്ക് വിശ്വസിക്കാം, ഇല്ലെന്നും വിശ്വസിക്കാം. പക്ഷെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനും ഇല്ലെന്ന് വിശ്വസിക്കുന്നവനും അവസാനം ഒരേ ഒരു വിധിയാണ് ഈ ലോകത്തുള്ളത് എന്ന് ഫ്രാങ്ക് പറയും. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് ഫ്രാങ്കും മുത്തശ്ശിയും എല്ലാവരും കോർട്ടിലായിരിക്കും. കാരണം മുത്തശ്ശി കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ജഡ്ജി വാദം പറയാൻ പറഞ്ഞു. ഫ്രാങ്കിന് ഒരു വക്കീല്, മുത്തശ്ശിക്ക് ഒരു വക്കീല്. മുത്തശ്ശിയുടെ വക്കീൽ ആദ്യം വാദം പറയും. 7 വർഷം മുൻപ് കൊച്ചിന്റെ അമ്മാവൻ കുട്ടിയെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കാതെ ഇല്ലീഗലായി എടുത്തുകൊണ്ടുപോയി. കുട്ടി വളരാൻ യഥാർത്ഥ റൈറ്റ് ഉള്ളത് അമ്മൂമ്മയുടെ കയ്യിലാണ്. അതുകൊണ്ട് കുട്ടിയെ തിരിച്ചു വേണം. മാത്രമല്ല ആ കുട്ടി ഇപ്പോൾ വളരുന്നത് ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്താണ്. അവളുടെ കഴിവിനൊത്ത സ്കൂളിലല്ല അവളിപ്പോൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ജഡ്ജി എതിർഭാഗം വക്കീലിനോട് ചോദിക്കുന്നു. ഫ്രാങ്കിന്റെ വക്കീൽ, കുട്ടി വളരാൻ അവളുടെ അമ്മ ആഗ്രഹിച്ചത് ഫ്രാങ്കിന്റെ കൂടെ. അനീതിക്ക് കൊടുത്ത വാക്കിന്റെ പേരിലാണ് ഫ്രാങ്ക് ഇപ്പോഴും അവളുടെ കൊച്ചിനെ നോക്കുന്നത്. മാത്രമല്ല കുട്ടി വളരുന്ന വീട് അത്ര മോശമൊന്നുമല്ല. ഒരു കുട്ടിയൊക്കെ വളരാനുള്ള സാഹചര്യം എല്ലാം അവിടെയുണ്ട്. ജഡ്ജി 2 വാദവും കേട്ടിട്ട് കേസ് തള്ളിവെക്കാൻ പറയും. അവസാനമായി എന്തെങ്കിലും അപ്പീലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ വക്കീല് കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അനുവാദം ചോദിക്കുന്നു. ജഡ്ജും അത് അംഗീകരിക്കുന്നു. അങ്ങനെ കേസ് തള്ളിവെച്ചു. ഫ്രാങ്കിനാണെങ്കിലോ മറ്റേ വക്കീലിനെ കണ്ടിട്ട് പേടിയും ആകുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്കിന്റെ വക്കീൽ പറയും, നീ പേടിക്കേണ്ട, അയാൾ വില കൂടിയ കോട്ട് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പക്കൽ അതിനേക്കാൾ വലിയ വില കൂടിയ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഫ്രാങ്ക് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഹൗസ് ഓണറിന്റെ അടുത്ത് വെള്ളിയാഴ്ച വൈകിട്ട് മേരിയെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് ഹൗസ് ഓണർ ആണെങ്കിലോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കാര്യങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. കാരണം ഞാനാരാ? ആ കുട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണ്, വെറും ഒരു അയൽവാസി. എന്റെ ഇമോഷൻസിന് നീ ഒരു വിലയും കൊടുത്തില്ല. പക്ഷെ നീ ചോദിച്ചില്ലേ മേരിയെ വെള്ളിയാഴ്ച നോക്കുമോ എന്ന്. എല്ലാ ദിവസവും എന്നെ കൊണ്ട് മേരിയെ നോക്കാൻ സാധിക്കും. നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ അവളെ വിട്ടിട്ട് വെക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. ഫ്രാങ്ക് മുഖവും താഴ്ത്തി വിഷമിച്ചു നിന്നു. അന്ന് വൈകിട്ട് മേരി ആ ഹൗസ് ഓണറിന്റെ വീട്ടിലാണ്.
മേരിയുടെ ഒറ്റ കൂട്ടുകാരി എന്ന് പറയുന്നതും ആ ഹൗസ് ഓണറാണ്. രണ്ടുപേരും കൂടി പാട്ടും പാടി ഡാൻസും കളിച്ച് ഭയങ്കര ആഘോഷം. ആ സമയത്ത് ഫ്രാങ്ക് ആണെങ്കിലോ ബാറിലിരുന്ന് ബിയറും കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ടീച്ചർ ഫ്രാങ്കിനെ കാണാനായി അവിടെ വരുന്നത്. എന്നോട് ക്ഷമിക്കണം, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ മേരിയെ പറ്റി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും ഇപ്പോൾ നടക്കുന്ന കേസുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നോട് ക്ഷമിക്കണം. അതിന് ഫ്രാങ്ക്, നിന്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്ക് മനസ്സിലാവും. ഇതെന്തായാലും ഒരു ദിവസം നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പം എൻ്റെ വക്കീൽ പറഞ്ഞു കുറച്ച് വെള്ളം അടിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ ഞാനും സഹായിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ ഗ്ലാസ്സായി കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പരസ്പരം അവരവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സംസാരിക്കുന്നു. രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാകും. ടീച്ചർ നിനക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫ്രാങ്ക് പറയും എനിക്കുള്ള ഒരൊറ്റ പേടി മേരിയുടെ ജീവിതം എൻ്റെ ഒരൊറ്റ തീരുമാനം കൊണ്ട് നശിക്കുമോ എന്നതാണ്. അപ്പോൾ ടീച്ചർ പറയും നീ അവൾക്ക് അങ്കിളല്ല, അച്ഛനാണ്. അച്ഛന്റെ സ്ഥാനത്താണ് നീ. ഒരു പക്ഷെ അച്ഛന് മുകളിൽ. നീ അവൾക്ക് വേണ്ടി നിന്നെ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന ഒരു അച്ഛനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിന് ഫ്രാങ്ക്, ഞാൻ വിചാരിച്ചതുപോലെയല്ല നീ കുറച്ച് സ്പെഷ്യലാണ്. നിന്നെ കാണുമ്പോൾ തോന്നില്ല നീ ഇത്രയ്ക്ക് സ്പെഷ്യലാണെന്ന്. അങ്ങനെ ഇത്രത്തോളം മനസ്സിറങ്ങി സംസാരിച്ച സ്ഥിതിക്ക് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു.